നമസ്കാരം. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് ദക്ഷിണേന്ത്യ പിടിക്കാൻ മോദിയുടെ ഗ്യാരണ്ടി മാത്രം മതിയാകുമോ എന്ന ചോദ്യം. എന്തായാലും ദക്ഷിണേന്ത്യയിൽ വലിയ നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉറപ്പിച്ച പദ്ധതിയോടുകൂടി തന്നെയാണ് ബിജെപിയുടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്ഥിരമായി നിരന്തരമായി തന്നെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബിജെപിക്ക് ഇത്തവണ കേരളത്തിൽ ഉൾപ്പെടെ എ ക്ലാസ് മണ്ഡലങ്ങൾ നിരവധി ഉണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ആറ്റിങ്ങലും തൃശ്ശൂരും കാസർഗോഡും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ പെടുന്നുമുണ്ട്. ഇപ്പോഴിതാ നരേന്ദ്രമോദിയുമായി കേരളത്തിലെ ഏറ്റവും സമുന്നതനായ ഒരു സമുദായ നേതാവ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു എന്നതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി ആയ വെള്ളാപ്പള്ളി നടേശനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിന്റെ ദില്ലിയിലെ വസതിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. ശനിയാഴ്ച ഉച്ചയോടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയ വെള്ളാപ്പള്ളി നടേശൻ അരമണിക്കൂറോളമാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്തെന്ന് ഇതുവരെയും SNDPയുടെ നേതൃത്വം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശന്റെ മകനും BDJS സംസ്ഥാന അധ്യക്ഷനുമായ തുഷാർ വെള്ളാപ്പള്ളിയുടെ മകളുടെ വിവാഹ സൽക്കാര ചടങ്ങ് ദില്ലിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയുടെ ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അന്നേ ദിവസമാണ് വെള്ളാപ്പള്ളി നടേശനെ നരേന്ദ്രമോദി വീട്ടിലേക്ക് ക്ഷണിച്ചത് എന്നതും എടുത്തു പറയേണ്ടി വരും. എന്തായാലും ഇത്രയും പ്രധാനപ്പെട്ട ഒരു സമുദായത്തിന്റെ കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ സ്വാധീന ശക്തിയാണ് SNDP വിഭാഗം. അതുകൊണ്ട് തന്നെ അവരുടെ നേതാവുമായി മോദി ചർച്ച നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് അതിനുള്ളിൽ ഉണ്ടാവുമെന്ന് തന്നെ വേണം കരുതാൻ. വരും ദിവസങ്ങളിൽ SNDP നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.